ഈ വർഷം വള്ളംകളി ആരംഭിക്കുന്നതിന് മുമ്പേ നിർണംകാർ വിളിച്ചതാണ്. അപ്പം ഞാൻ ധരിച്ചത് ഇതുവരെ നമ്മൾ കളിക്കാത്ത അത്രയും സാമ്പത്തികം ഗൗരവത്തോട്ട് വരുന്നു. പറഞ്ഞു കേട്ട് നല്ലൊരു കോച്ചും വരുത്തും. ഇപ്പം നമ്മുടെ ഉപദേശം കൂടെ ഒക്കെ അവർ സ്വീകരിക്കുവാണെങ്കിൽ നെഹ്റു ട്രോഫിയിലൊന്ന് മുത്തം വിടാമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ വള്ളംകളി തുടങ്ങിയപ്പം ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ആളാണ് ഇതിൻ്റെ കോച്ചായിട്ട് വരുന്നത്. നമ്മളോരോന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആ പുള്ളി പറഞ്ഞു അങ്ങനെയല്ല ആശാനെ, 1 മിനിറ്റ് നീളം തുഴയും പാൻ്റെ നീളം കണക്ക് കൂട്ടിയിട്ട് 5 മിനിറ്റ് തുഴയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല, വള്ളംകളി അങ്ങനെയല്ല. വെളുപ്പിനെ എഴുന്നേൽക്കുന്നവർ മാത്രമേ വെളുപ്പിനെ എഴുന്നേക്കുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാത്തൊരു വെളുപ്പിനെ എഴുന്നേൽക്കാൻ അലാറം വെക്കണം. ട്രയൽ എടുക്കുമ്പോൾ ക്ലാസ്സിന് തുഴയുന്ന രീതിയിൽ തന്നെ അത്ര നീളത്തിൽ ട്രയൽ എടുക്കണം. അല്ലെങ്കിൽ അവിടെ വന്നാൽ പണി വേറെ കിട്ടും. ഇങ്ങനെ നമ്മുടെ നാടൻ ഭാഷയിലാണ് പറഞ്ഞു, പണി വേറെ കിട്ടുമെന്ന് പറഞ്ഞു. അവസാനം നിങ്ങളൊക്കെ തുളഞ്ഞ കാര്യമല്ല, അത് പുള്ളി തമിഴിനായതുകൊണ്ട് അങ്ങനെയാണ് പറയുന്നത്, അല്ലാതെ പുള്ളിയെ കളിയാക്കുമല്ല. നിങ്ങളൊക്കെ തുളയുന്ന രീതിയിലല്ല, ഇത് വേറെ രീതിയാണ്. അപ്പം ഞാനും ധരിച്ച് ചിലപ്പോൾ ഇപ്പോൾ ആധുനിക വള്ളംകളിയല്ലേ, നമ്മുടെ കാലങ്ങളിൽ കഴിഞ്ഞു പോയില്ലേ. പക്ഷെ അതല്ല, ആര് വള്ളം കളിച്ചാലും എതിരാളി നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഈ ശത്രു നമ്മുടെ കൂട്ടത്തിൽ, നമ്മളേലും ഒരു പടിപ്പാട് മുന്നേ കയറി പോവുകയാണെന്ന് കണക്കുകൂട്ടി മാത്രം നമ്മൾ വള്ളം കളിച്ചാലേ ഉള്ളൂ അവരെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റത്തുള്ളൂ, അല്ലെ അവരുടെ ഒപ്പം ചെല്ലാൻ പറ്റത്തുള്ളൂ.